പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മിർസ അഫ്സൽ യൂനസ് സക്കറിയ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുണ്ടൽപേട്ട, കർണാടക ഗുണ്ടൽപേട്ട. നമ്മളെ വയനാട് കേരളത്തിലെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. പക്ഷെ എന്നാലും എന്ത് ചെയ്യും, വയനാട്ടുകാരായ ഞങ്ങൾ സുൽത്താൻ ബത്തേരിക്കാർ വയനാട്ടുകാർ അധികം വരിക ഒഴിവ് ദിവസങ്ങളിൽ ഗുണ്ടൽപേട്ടയാണ്. ഗുണ്ടൽപേട്ട വന്നിട്ട് അവിടെ കുറേ പൂക്കളും കുറേ പാൻപൂരി ടൗണിൽ പോയിട്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഒഴിവ് ദിവസം ചിലവഴിച്ചിട്ട് വീണ്ടും പോകും. നമ്മൾ വയനാട്ടിലേക്കോ കണ്ടമാനം ടൂറിസ്റ്റുകൾ എത്തുക. വയനാട്ടുകാർ നേരെ കർണാടക ഗുണ്ടൽപേട്ട. അങ്ങനെ ഇവിടെ ഒരു കർണാടക ഗുണ്ടൽപേട്ടയിൽ നിന്ന് കുറച്ച് വിട്ടുമാറിയ ഒരു ഗ്രാമപ്രദേശം, മനോഹരമായ സ്ഥലം. കണ്ട മരങ്ങളായിട്ട് കുറച്ച് പേരോടെ ഇരിക്കുന്നുണ്ട്. ആരാന്നൊന്നും അറിയില്ല, നമുക്ക് വരെ പരിചയപ്പെടാം. നിങ്ങളെ പേരെന്ത്? ಹೆಸರೇನು? ಸೋಮಪ್ಪ ಅಲ್ಲೇ. ಏನು ಕೆಲಸ ಮಾಡಿದೆ? ಓಲ್ಡ್ ಕೆಲಸ. അഗ്രികൾച്ചർ. ഓ, അവർ പറഞ്ഞത് അവരൊക്കെ അഗ്രികൾച്ചർ, അതായത് കാർഷിക മേഖലയിൽ ഉള്ള പരിപാടിയാണ് നടത്തുന്നതെന്നാണ് പറഞ്ഞത് അല്ലേ. ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്നത്, അപ്പുറത്തൊക്കെ നിൽക്കുന്നത് ഒക്കെ പ്രായം കൂടിയ ആൾക്കാരാട്ടോ. അതിൽ പ്രിയമുള്ളവരായാലും എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത്രയും പ്രായമായ ആളുകൾ കണ്ടോ നിങ്ങൾ, എല്ലാവർക്കും ഒരു 50 വയസ്സ് 60 വയസ്സിന്റെ മുകളിലുണ്ട്. ഇത്രയും പ്രായമായ ഇവരിങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് അല്ലേ സൗഹൃദം പങ്കുവെക്കാണ്. സത്യം പറഞ്ഞാൽ ഞാനൊരു മലയാളി ആണെങ്കിൽ എനിക്ക് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ കാണാറില്ല. ഇത്ര അല്ലേ ചെറുപ്പക്കാരുകളൊക്കെ ടൂറായിട്ട് അവിടെ ഇവിടെ ഒക്കെ പോകുന്ന നമ്മൾ കാണും, പക്ഷെ വെള്ളമടിക്കാനൊക്കെ വേണ്ടിയിട്ട് അല്ലാതെയും പോകുന്നുണ്ട്. ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിച്ചല്ല. ഇത് എന്ത് നോക്കി, എന്തൊരു മനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവരൊക്കെ കാണുമ്പോൾ അസൂയാണ് തോന്നുന്നത്. ഇത് അവിടെ ഒരു പട്ടി, അതിനെ നോക്കണേ അത് കടിക്കോ അത്, അതിനൊന്ന് കൺട്രോൾ ചെയ്യ്. കടിക്കോ? ഒന്ന് നോക്കണേ. ആ അണ്ണാ വണക്കം. ഒരുപാട് സന്തോഷം നിങ്ങളെ കണ്ടപ്പോൾ. എനിക്ക് കർണാടക അറിയില്ല, കാരണം നിങ്ങളെ ഇത്ര 10-70 വയസ്സ് 70 വയസ്സിന് മുകളിൽ 80 വയസ്സായ നിങ്ങളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് നിന്നിട്ട് നിങ്ങളെ സൗഹൃദം പങ്കിടുന്ന കാണുമ്പോൾ ഞാൻ പറയണ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായില്ലേ? അയ്യോ, ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ല. ഇപ്പം എന്താ ചെയ്യുക? എന്തായാലും ഇവർ നമ്മളോട് ഭയങ്കര സപ്പോർട്ടാട്ടോ. ഞങ്ങളിവിടെ ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ വന്ന. അപ്പോൾ ഞങ്ങളിങ്ങനെ വന്നപ്പോൾ ഇതിലെ പോവാണ്. നിങ്ങളെ കണ്ടപ്പോൾ, നിങ്ങൾ ഇത്രയും പ്രായ ആളുകൾ, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, നിങ്ങളിങ്ങനെ ഇരുന്ന് സൗഹൃദം പങ്കുവെക്കുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളവിടെ കാണാത്തൊരു കാഴ്ചയാണിത്. ഇപ്പോൾ തന്നെ 1 2 3 4 5 6 7 9 10 15 10-40 പേരാട്ടോ ഇവിടെ ഒരുമിച്ച്. അതും പൊരി വെയിൽ സമയമാണ്. ഇപ്പോൾ ഈ സമയത്ത് ഇതുപോലൊരു തണൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ അവർ നിൽക്കുന്നത് കാണുമ്പോണ്ടല്ലോ പ്രിയമുള്ളവരെ, നെഞ്ച് സന്തോഷം കൊണ്ട് ഇങ്ങനെ പുളകിതമാവുകയാണ്. ഓക്കെ, താങ്ക് യു. യൂട്യൂബ്